ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടി ഒപ്പം കൂടി കലർന്ന ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. നല്ല പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് ഞാൻ ഹാഫ് പൈനാപ്പിളാണ് എടുത്തിന്. അത് നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ആദ്യം തന്നെ. ഇതൊരു ചട്ടിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, ഇതും കൂടി ഇട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. പൈനാപ്പിൾ ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ പൈനാപ്പിൾ വേകാൻ വേണ്ടി കുറച്ച് പണിയുണ്ടാവും ഉപ്പിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് നമുക്ക് അവിടെ മൂടി വെക്കാം. അങ്ങനെ ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒതുക്കിയെടുക്കുക. അതിനൊരു 1/2 കപ്പ് തേങ്ങയും ചെറിയ ജീരകമില്ലേ അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതും നല്ലോണം ഒതുക്കിയിട്ട് അത് നമുക്ക് ഇത് പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 3/4 കപ്പ് തൈര്, അത് നല്ല വിസ്കോടൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ആക്കിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ചെറുങ്ങനെ ചൂടായിക്കാൻ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിലും വറ്റൽമുളകും കൂടി താളിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.